ശിവനും ഞാനും ശിവനെ ധ്യാനിക്കാമെന്ന ആത്മീയ സാധനയിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ശിവപരമാത്മാവിനെ കുറിച്ച് കുറേ അറിവുകൾ നേടി. ഇന്ന് നമുക്ക് ഈശ്വരൻ്റെ, അതായത് ശിവപരമാത്മാവിൻ്റെ കർത്തവ്യം എന്താണ് എന്ന് മനസ്സിലാക്കാം. ഈശ്വരൻ ആർക്കെങ്കിലും ദുഃഖം കൊടുക്കുമോ? ഈശ്വരൻ സംസ്കരിക്കുന്ന കാര്യം ചെയ്യുമോ? വിനാശകാര്യം ചെയ്യുമോ? ഈശ്വരൻ നമ്മളെയോ നമ്മുടെ ബന്ധുമിത്രാദികളെയോ കൊല്ലുമോ? എന്താണ് ഈശ്വരൻ്റെ കർത്തവ്യം? ചെറുപ്പകാലത്തിൽ കേട്ടിട്ടുണ്ട്, ധ്യാനിക്കുന്ന രൂപമുണ്ടല്ലോ, ആ രൂപം ശങ്കരൻ എന്നാണ് പറയുന്നത്. ആ രൂപത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഫോട്ടോ വീടുകളിൽ വെക്കരുത് എന്ന് പറയും. കാരണം ചോദിച്ചപ്പോൾ പറയുന്നത് വിനാശകാരിയാണ്, അതുകൊണ്ട് ഇത് വീട്ടിൽ വെച്ചുകൂടാന്നാണ് പറയുന്നത്. പക്ഷേ ബ്രഹ്മകുമാരീസിലെ ക്ലാസ്സുകൾ കേട്ട ശേഷം മനസ്സിലായി, ശരിയാണ്, ഈശ്വരൻ വിനാശകാരിയാണ്. പക്ഷേ എന്താണ് വിനാശം ചെയ്യുന്നത്? അധർമ്മമാണ് വിനാശം ചെയ്യുന്നത് എന്ന ഒരു ബോധം, എന്ന ഒരു അറിവ് നമുക്ക് നേടാൻ സാധിച്ചു. അല്ലാതെ ഭഗവാൻ പൊതുവിൽ വിനാശകാരിയല്ല, അധർമ്മത്തെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. ഇംഗ്ലീഷിൽ ഈശ്വരനെ, പരമാത്മാവിനെ ഗോഡ് എന്നാണ് പറയുന്നത്. GOD, ഗോഡ്. അതും ക്യാപിറ്റലിലാണ് എഴുതുന്നത്, GOD എന്ന്. അതിൻ്റെ വിശദീകരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, G അർത്ഥം ജനറേറ്റർ, O അർത്ഥം ഓപ്പറേറ്റർ, D അർത്ഥം ഡെസ്ട്രോയർ. ഇതിനെ തന്നെയാണ് ത്രിമൂർത്തി എന്ന് പറയുന്നത്. ശിവനെ മാത്രമാണ് ത്രിമൂർത്തി ശിവൻ, മുമ്മൂർത്തി ശിവൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നത് ശിവപരമാത്മാവാണ്. പക്ഷേ ശിവപരമാത്മാവിന് മനുഷ്യ ശരീരം ഇല്ലാത്തത് കൊണ്ട് 3 പേരിലൂടെയാണ് ഈ കർത്തവ്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശിവലിംഗത്തിൽ 3 വരയിട്ടിരിക്കുന്നത്. എന്നിട്ട് നടുക്കൊരു പൊട്ടും തൊടും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിൻ്റെ ആത്മീയ അർത്ഥം? പരമാത്മാ ശിവൻ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്. പക്ഷേ സ്വയം ഒരു പ്രകാശ ബിന്ദുവാണ് എന്നാണ് ശിവലിംഗത്തിലെ ആ 3 വരയിടുന്നതിൻ്റെയും നടുക്ക് പൊട്ടുതൊടുന്നതിൻ്റെയും ആത്മീയ രഹസ്യം അതാണ്. അപ്പൊ സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് സൃഷ്ടിക്കുന്നത് ഭഗവാൻ? നോക്കൂ, ഈ സൃഷ്ടി അനാദിയാണ്, അവിനാശിയാണ്. ആദ്യമില്ല, അന്തമുമില്ല, ഒരിക്കലും നശിക്കുന്നില്ല. അപ്പൊ പിന്നെ ഭഗവാൻ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് സൃഷ്ടിക്കുന്നത്? എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? എന്താണ് ഭഗവാൻ? ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്താന്ന് വെച്ചാൽ പഴയതിനെ പുതിയതാക്കുകയാണ് ചെയ്യുന്നത്. ഈ സൃഷ്ടി അങ്ങേ അറ്റം അധപ്പതിച്ച അവസ്ഥയിലാണ് കലിയുഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സൃഷ്ടിയെ റിനോവേറ്റ് ചെയ്യുക, ഈ സൃഷ്ടിയെ പവിത്രമാക്കുക, പാവനമാക്കുക, അപ്പോൾ അത് പുതിയതായി മാറുന്നുണ്ട്. അപ്പോൾ സൃഷ്ടിയുടെ രചയിതാവ്, പുതിയ സൃഷ്ടിയെയാണ് ഭഗവാൻ രചിക്കുന്നത്. അപ്പൊ രചന നടത്തുന്നതിന് ഒരു മനുഷ്യ ശരീരം ആവശ്യമുണ്ട്. നമ്മൾ പറയുന്നു ലോകം മോശമായി എന്ന്. സത്യത്തിലെ ലോകമല്ല മോശമായിരിക്കുന്നത്, ലോകത്തിലുള്ള മനുഷ്യരുടെ ഉള്ളിലാണ് ദുർഗുണങ്ങളും ദുർവാസനകളും ആസുരീയ അവഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നത്. അർത്ഥം മനുഷ്യരാണ് ഇന്ന് ഗുണങ്ങൾ കൊണ്ട്, സ്വഭാവം കൊണ്ട് മോശമായിരിക്കുന്നത്. മനുഷ്യൻ നന്നാകുമ്പോൾ ലോകം നന്നാകും. പറയപ്പെടുന്നുണ്ട്, ഭഗവാൻ തനിക്ക് സമാനം സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യനിൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ മോശവശങ്ങൾ നിറയുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ലോകത്തിനും വരുന്നുണ്ട്. അപ്പൊ ഈശ്വരൻ സൃഷ്ടിക്കുന്നത് എന്താണ്? എല്ലാവരുടെ ഉള്ളിലും, ഓരോ മനുഷ്യ മനസ്സിലും
തൻ്റെ ഗുണങ്ങളും തൻ്റെ ശക്തികളും നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യൻ ഈശ്വരീയ ഗുണങ്ങളാലും ശക്തികളാലും നിറയപ്പെടുമ്പോൾ ഈ സൃഷ്ടിയിൽ പരിവർത്തനം വരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ ദിവ്യ ഗുണങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. അതിലൂടെ മനുഷ്യൻ ദേവന്മാരായി മാറുമ്പോൾ ഈ ലോകത്ത് സ്വർഗം, വൈകുണ്ഠം എന്ന് പറയുന്ന സുവർണ ഭാരതം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് സൃഷ്ടി. ആ സൃഷ്ടിക്ക് വേണ്ടിയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത്. ഈ ത്രിമൂർത്തികളുടെയും രചയിതാവാരാണ്? പരമാത്മ ശിവനാണ്. അപ്പൊ ബ്രഹ്മാവിനെ രചിച്ചതും പരമാത്മ ശിവൻ തന്നെയാണ്. ബ്രഹ്മാവിലൂടെ സൃഷ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിനെ നമ്മൾ കാണുന്നത് ഒരു വൃദ്ധനായിട്ടാണ് കാണുന്നത്. ബ്രഹ്മാവിന് മാത്രമാണ് 33 ദേവന്മാരില് ബ്രഹ്മാവിന് മാത്രമാണ് നരച്ച താടിയും നരച്ച മീശയും സാധാരണ ഒരു മനുഷ്യനായിട്ട് കാണിച്ചിരിക്കുന്നത്, വൃദ്ധനായിട്ട് കാണിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിന്റെ കയ്യിലെ വേദശാസ്ത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിനെ ചില സ്ഥലത്ത് പറയുന്നത് 3 മുഖമുണ്ടെന്നും ചില സ്ഥലത്ത് പറയുന്നുണ്ട് 4 മുഖനാണെന്നും ചില സ്ഥലത്ത് പറയുന്നത് 5 മുഖമുണ്ട്, ഒരു മുഖം ശിവൻ നുള്ളി എടുത്തു എന്നെല്ലാം കഥകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കരുത്തെന്താണ്? യഥാർത്ഥത്തിൽ ബ്രഹ്മാവിലൂടെയാണല്ലോ ഭഗവാൻ സൃഷ്ടിക്കുന്നത്. അതായത് പരമാത്മാവ് ഒരു വൃദ്ധ ശരീരത്തിൽ പ്രവേശിച്ച് മനുഷ്യ സൃഷ്ടിയിൽ പരിവർത്തനം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ വൃദ്ധ ശരീരത്തിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അർത്ഥം അനുഭവിയായ ശരീരം. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനിൽ ഭഗവാൻ പ്രവേശിക്കുന്നു, അതാണ് പറയുന്നത്. മൂഢമതികൾ അതറിയുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു സാധാരണ മനുഷ്യനായിട്ടാണല്ലോ ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ താടിയും മീശയും എല്ലാം കാണിക്കുന്നത്. ബ്രഹ്മാവിന് 3 മുഖം കാണിക്കാൻ എന്താണ് അർത്ഥം? നോക്കൂ, മുഖം 3 ഉണ്ട്, പക്ഷെ കൈകൾ 2 ഉള്ളൂ, കാലുകൾ 2 ഉള്ളൂ. കാരണം 3 മുഖത്തിന്റെ അർത്ഥം പരമാത്മാവ് ജ്ഞാനസാഗരൻ ബ്രഹ്മാവിലൂടെയാണ് സൃഷ്ടിയുടെ ആദി മധ്യ അന്തിമത്തിന്റെ ജ്ഞാനം തരുന്നത്. 4 മുഖം കാണിക്കാൻ നോക്കൂ, ബ്രഹ്മാവിന്റെ 4 മുഖം 4 ദിശയിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. അതേ രാവണന്റെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടോ? 10 മുഖവും നേരെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ 10 മുഖവും നേരെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ബ്രഹ്മാവിന് 4 വശങ്ങളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം എന്തുകൊണ്ടാണ്? പരമാത്മാവ് ജ്ഞാനസാഗരൻ ബ്രഹ്മാവിലൂടെ 4 വേദങ്ങളുടെയും സാരം പറഞ്ഞു തരുന്നു. അതുമാത്രമല്ല, ഈ സൃഷ്ടിയുടെ നാനാഭാഗത്തേക്കും ഈശ്വരീയ ജ്ഞാനം ബ്രഹ്മാവിലൂടെയാണ് പകർന്നു കൊടുക്കുന്നത്. അതാണ് ഈ 4 ദിക്കുകളെയാണ് ആ 4 മുഖമായിട്ട് കാണിച്ചിരിക്കുന്നത്. 4 ദിക്കുകളിലേക്കും പരമാത്മാ ജ്ഞാനം പ്രചരിക്കുകയാണ്. അടുത്തത് എന്താണ്? 5 മുഖം കാണിച്ചതായിട്ടും 1 മുഖം ശിവൻ നുള്ളിയതായിട്ടും കാണിക്കുന്നുണ്ട്. അർത്ഥം പരമാത്മാവ് എപ്പോഴാണോ ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നത്, നമ്മളെപ്പോഴും ഭഗവാൻ അവതരിക്കുന്നു എന്നേ പറയാറുള്ളൂ, അല്ലേ? ഭഗവാൻ ജനിച്ചു, ഭഗവാൻ മരിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുമില്ല, പറയാറുമില്ല, പറഞ്ഞിട്ടുമില്ല. ഭഗവാന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറയുന്നത് ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ ഈ സൃഷ്ടിയിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അവതരിക്കുമ്പോൾ മനുഷ്യനെയാണല്ലോ പരിവർത്തനപ്പെടുത്തേണ്ടത്. എപ്പോഴാണ് ഓരോ പ്രത്യേക വ്യക്തിയും പരിവർത്തനപ്പെടുന്നത്, അപ്പോൾ സൃഷ്ടി തന്നെ പരിവർത്തനപ്പെടുന്നുണ്ട്. കാരണം ഈ സൃഷ്ടിയിൽ ജീവിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യൻ മാറുമ്പോൾ ലോകം മാറുന്നുണ്ട്. അതാണ് ബ്രഹ്മകുമാരീസിന്റെ കോഡ് വേർഡ്. എന്താണ് മുദ്രാവാക്യം? സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം, സെൽഫ് ട്രാൻസ്ഫർമേഷൻ, വേൾഡ് ട്രാൻസ്ഫർമേഷൻ എന്നാ പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയിലും മാറ്റം വരുമ്പോൾ ലോകത്ത് മാറ്റം വരും. കാരണം ലോകം മോശമായത് മനുഷ്യൻ കാരണമാണ്. മനുഷ്യനെയാണ് ആദ്യം മാറ്റേണ്ടത്. അപ്പൊ ഭഗവാൻ പരമാത്മാവ് എവിടെയാ വരേണ്ടത്? മനുഷ്യ ശരീരത്തിൽ വേണം വരാൻ. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ഈശ്വരീയ ജ്ഞാനം ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുകയാണ്. അതാണ് ഈ മുഖങ്ങളും അതാണ് ഈ വൃദ്ധശരീരവും. ബ്രഹ്മലോകത്തിലുള്ള
പരമാത്മാവ് വൃദ്ധശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ശരീരത്തിന് ബ്രഹ്മാവ് എന്ന പേരിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മാവിനെയും സൃഷ്ടിക്കുന്നത് പരമാത്മാവാണ്. അങ്ങനെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഓരോ വ്യക്തിയിലും ഈശ്വരീയ ജ്ഞാനം കേട്ട് ഓരോ വ്യക്തിയും പരിവർത്തനപ്പെടുമ്പോൾ ലോകം തന്നെ പരിവർത്തനപ്പെടുകയാണ്. അപ്പൊ ഒരു നല്ല ലോകം ഉണ്ടാകുമ്പോൾ ആ ലോകം പരിപാലിക്കാനാണ് വിഷ്ണു. അതാണ് വിഷ്ണുവിലൂടെ പാലന എന്ന് പറഞ്ഞത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സ്ഥിതി അർത്ഥം നിലനിർത്തുന്നത് വിഷ്ണുവിലൂടെയാണ്. അതാണ് വിഷ്ണുവിനെ 4 കൈകൾ കാണിക്കുന്നത്. അതായത് കുടുംബ ജീവിതത്തിൻ്റെ അർത്ഥമാണ് അത് മനസ്സിലാക്കേണ്ടത്. 2 കൈ സ്ത്രീയുടെയും 2 കൈ പുരുഷന്റെയും അർത്ഥം 2 കൈ ശ്രീ ലക്ഷ്മി പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, 2 കൈ ശ്രീ നാരായണൻ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്ങിനാണ്. മനുഷ്യന്റെ സർവോത്തമ ലക്ഷ്യമാണ് മാനവൻ ദേവനാകുക എന്നത്. നരൻ നാരായണനാകുക, നാരി ലക്ഷ്മിയാകുക. അങ്ങനെ ഈശ്വരന്റെ ജ്ഞാനം ബ്രഹ്മാമുഖത്തിലൂടെ നമ്മളെ കേൾപ്പിച്ച് ഓരോ മാനവനെയും മാധവന് തുല്യമാക്കുകയാണ്. നരനെ നാരായണനാക്കുകയാണ്, നാരിയെ ലക്ഷ്മിയാക്കുകയാണ്, മനുഷ്യനെ ദേവനാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൃഷ്ടി ദേവഭൂമിയായി മാറുന്നു, സ്വർഗമായി മാറുന്നു, വൈകുണ്ഠമായി മാറുന്നു. അവിടെ ആ സൃഷ്ടിയെ നിലനിർത്താനായിട്ട് നിയോഗിച്ചതാണ് വിഷ്ണു. ലക്ഷ്മി നാരായണന്റെ കമ്പൈൻഡ് സ്വരൂപമാണ് വിഷ്ണു. അങ്ങനെ സ്ഥിതി അല്ലെങ്കിൽ ക്രിയേറ്റർ, എന്താണ്, ജനറേറ്റർ, ഓപ്പറേറ്റർ വിഷ്ണുവാണ്. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ഡിസ്ട്രോയർ. അവിടെ നമ്മൾ കാണുന്നത് തപസ് ചെയ്യുന്ന ഒരു ശിവന്റെ രൂപം എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ തപസ് ചെയ്യുന്ന രൂപം ശങ്കരന്റെ രൂപമാണ്. ശിവനെ ശിവലിംഗമായിട്ടും ശങ്കരനെ തപസ്വിയുമായിട്ടാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തില് തപസ് ചെയ്യുന്നത് ശിവൻ അല്ല. ശിവൻ അർത്ഥം ശവം ആകാത്തവൻ. ശിവൻ പ്രകാശസ്വരൂപനാണ്, നിരാകാരിയാണ്. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിനെ വെച്ച് പൂജിക്കുന്നത്. ലിംഗം അർത്ഥം അടയാളം. നമ്മൾ പറയാറില്ലേ സ്ത്രീലിംഗം, പുല്ലിംഗം എന്ന് പറയാറുണ്ട്. അതേപോലെ ലിംഗം അർത്ഥം അടയാളം എന്നാണ്. അപ്പൊ പരമാത്മാവിന്റെ അടയാളമാണ് ഏത്? ശിവലിംഗം എന്ന് പറയുന്നത്. ബാക്കി ശങ്കരന്റെ പ്രതീകമാണ്. ശങ്കരൻ തപസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശിവൻ അച്ഛനാണ്, ശങ്കരൻ മകനാണ്. ശിവൻ രചയിതാവാണ്, ശങ്കരൻ രചനയാണ്. പരമാത്മാവിന് വീണ്ടും പറയുകയാണ്, വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ശങ്കരന് ശരീരം ഉണ്ട്, ശിവന് ശരീരമില്ല, നിരാകാരിയാണ്, ജ്യോതിസ്വരൂപിയാണ്. അപ്പൊ മനുഷ്യ സൃഷ്ടിയിൽ പരിവർത്തനം വരണമെങ്കിൽ ഭഗവാന് മനുഷ്യ ശരീരത്തിലൂടെ വന്ന് മനുഷ്യനെ പരിവർത്തനപ്പെടുത്തണം. അതാണ് ശങ്കരന്റെ രൂപം. നമ്മൾ കേട്ടിട്ടുണ്ട്, 3ാമത്തെ കണ്ണ് തുറക്കും ശങ്കരൻ, അപ്പൊ അതിൽ നിന്ന് തീ വരും, അങ്ങനെ ലോകം നശിക്കും എന്നാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് വെച്ചാല് അകക്കണ്ണ് തുറക്കുക എന്നതാണ്. സെൽഫ് റിയലൈസേഷൻ ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് ശങ്കരനെ പോലെ ധ്യാനിച്ച് നമ്മുടെ അകക്കണ്ണിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ദുർവികാരങ്ങളെയും ദുർവാസനകളെയും ഭസ്മമാക്കി നമ്മുടെ ഉള്ളിൽ ദിവ്യ ഗുണങ്ങളെയും ഈശ്വരീയ ശക്തിയെയും നിറയ്ക്കുകയാണ് വേണ്ടത്. ശങ്കരൻ ധ്യാനമൂർത്തിയാണ്, ശങ്കരൻ രചനയാണ്, ശങ്കരൻ മകനാണ്. ഭഗവാനെ ധ്യാനിക്കേണ്ട ആവശ്യം ഇല്ല, കാരണം ഭഗവാൻ പെർഫെക്റ്റ് ആണ്. ധ്യാനിക്കേണ്ടത് ആരാണ്? ധ്യാനിക്കേണ്ടത് അപൂർണതയുള്ളവരാണ് ധ്യാനിക്കുന്നത്. പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അവിടെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും സ്വയം ദേഹമാണ് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ശിവന് ശിവലിംഗം കാണിച്ചിരിക്കുന്നതും ശങ്കരന് ശരീരധാരിയായി കാണിച്ചിരിക്കുന്നത്. ശിവൻ ശങ്കരൻ രണ്ടും രണ്ടാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ശിവക്ഷേത്രങ്ങളില് ശിവലിംഗത്തിനെ വെച്ച് പൂജിക്കുകയും ശങ്കരനെ ധ്യാനിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ശങ്കരൻ ധ്യാനിക്കുമ്പോൾ ശങ്കരന്റെ മുന്നിൽ ശിവലിംഗത്തിനെയും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും.
ശിവലിംഗത്തിനെയാണ് ശങ്കരനും ധ്യാനിക്കുന്നത്. അർത്ഥം പരമാത്മാവിനെയാണ് ധ്യാനിക്കുന്നത്. കാരണം സൃഷ്ടിയുടെ ഡിസ്ട്രക്ഷൻ, അധർമ്മം വിനാശമാക്കണമെങ്കിൽ നമുക്ക് പ്രത്യേക ശക്തി വേണം. ഇവിടെ ശരീരബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ല സൃഷ്ടിയിലെ അധർമ്മം വിനാശമാകുന്നത്. നമ്മുടെ യോഗ സാധനയിലൂടെയാണ് അധർമ്മങ്ങൾ വിനാശമാകുന്നത്. നോക്കൂ, ശങ്കരൻ പകുതി കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. ധ്യാന അവസ്ഥ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധ്യാനിക്കുന്നവർ, ധ്യാന സാധന ചെയ്യുന്നവർ ഈ സൃഷ്ടിയിലെ എല്ലാ സംഭവങ്ങളും കാണണം. പക്ഷെ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം ഉൾക്കൊള്ളണം. ഇല്ലാത്തത് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. കണ്ടിട്ടും കാണാതിരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥം നമ്മൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നല്ല, ഒഴിവാക്കണം എന്നല്ല, കാണരുത് എന്നല്ല. കാണരുതെങ്കിൽ കണ്ണടയ്ക്കണം. പക്ഷെ കണ്ണടച്ചല്ലല്ലോ കാണിച്ചിരിക്കുന്നത്. പകുതി കണ്ണ് തുറന്നാണ് കാണിച്ചിരിക്കുന്നത്. അർത്ഥം കാണുന്നത് എല്ലാം നമ്മൾ അതുപടി ഉൾക്കൊള്ളാതിരിക്കുക. കാണുന്നതെല്ലാം അതുപടി നമ്മൾ സ്വീകരിച്ച് അതിനെ നമ്മൾ മറ്റുള്ളവരോട് പറയുക എന്നതല്ല. കാണുന്നത് അതുപടി നമ്മൾ മനസ്സിലാക്കുക എന്നതല്ല. നമ്മൾ ഇതെല്ലാം കാണണം. പക്ഷേ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെ മാത്രം ഉൾക്കൊള്ളുക, അതിനെ മാത്രം മനസ്സിലാക്കുക, അതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക, അതിനെ മാത്രം നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുക. അതാണ് പകുതി കണ്ണ് തുറന്നിരിക്കുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയ രഹസ്യം. അതാണ്. നോക്കൂ, ശങ്കരനെ വിവസ്ത്രധാരിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അർത്ഥം നമ്മൾ ആരും ഈ ദേഹം അല്ല. ദേഹം അല്ല എന്നതിനാണ് വിവസ്ത്രധാരിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ആത്മാവ് വിദേഹിയാണ്. ആത്മാവ് അശരീരിയാണ്. ആത്മാവിന് ദേഹം എന്ന ബോധം ഉണ്ടാകരുത് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ദേഹം അല്ല, ഞാൻ ഈ ദേഹത്തിനകത്തിരിക്കുന്ന ചൈതന്യ ശക്തി ആത്മാവാണ് എന്നതിനെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ശങ്കരന്റെ വിവസ്ത്രധാരി. ശങ്കരന്റെ കഴുത്തിലെ സർപ്പമാണ് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, സർപ്പം മാലയായിട്ട് ധരിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? സർപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചവികാരങ്ങൾ മുഖ്യമായത്. പിന്നെയും വേറെയൊക്കെ ഉണ്ട്, പക്ഷെ പറയുമ്പോൾ പറയും പഞ്ചവികാരങ്ങൾ എന്നാണ്. അതും പഞ്ചവികാരങ്ങൾ ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. ഇതാണ് മുഖ്യമായിട്ടുള്ളത്. പിന്നെ കുറെ വരുന്നുണ്ട്, മതമാത്സര്യം, ഇതൊക്കെ കുറെ വരുന്നുണ്ട്. പക്ഷേ ഈ 5 തല നാഗം, അതിനെയാണ്, ഈ 5 തല നാഗത്തെയാണ് ശങ്കരൻ തൻ്റെ കഴുത്തിൽ മാലയായി അണിഞ്ഞിരിക്കുന്നത്. അർത്ഥം എപ്പോഴാണോ നമ്മൾ ശിവപരമാത്മാവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അർത്ഥം യോഗ സാധന ചെയ്യുന്നത്, അപ്പോൾ കാമക്രോധ ലോഭമോഹ അഹങ്കാരം എന്ന പഞ്ചനാഗം, പഞ്ചമുഖമുള്ള നാഗം നമ്മുടെ കഴുത്തിലെ മാലയാകും. അർത്ഥം അത് നമുക്ക് പോസിറ്റീവായിട്ട് മാറും. കാമവാസന എന്നത് ശുഭകാമന, ശ്രേഷ്ഠ കാമനയായിട്ട് മാറും. ക്രോധം, അഗ്നി എന്നത് ശാന്തമായ ശീതളമായ ജലമായിട്ട് മാറും. ലോഭം എന്നത് ഈശ്വരനെ പ്രാപ്തമാക്കണം, ഈശ്വരീയ ഖജനാവ്, ഈശ്വരീയ ശക്തി, ഈശ്വരീയ ഗുണങ്ങൾ എടുക്കണം എന്ന ലോഭമായിട്ട് മാറും. മോഹം എന്നത് ഭഗവാനെ മോഹിക്കുന്നവരായിട്ട് മാറും. അഹങ്കാരം എന്നത് നമുക്ക് ശുദ്ധ അഹങ്കാരം, ഞാൻ ഭഗവാനാൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയാണ്. സഹസ്രാണാം സഹസ്രേഷു എന്ന് പറയില്ലേ, കോടിയിൽ ഒരു ആത്മാവാണ് ഞാന്. ഈശ്വരന്റെ ദൃഷ്ടി എന്നിൽ പതിഞ്ഞിരിക്കുകയാണ്. സർവേശ്വരൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ സൃഷ്ടിയിൽ. ഇങ്ങനെ നമുക്ക് ശുദ്ധ അഹങ്കാരം അല്ലെങ്കിൽ ശുദ്ധ അഭിമാനം, അതായത് ഈ പഞ്ചവികാരങ്ങളാകുന്ന വിഷം നമുക്ക് പ്രയോജനമുള്ള പോസിറ്റീവായിട്ടുള്ളതായിട്ട് മാറും. അർത്ഥം ഇത് നമ്മുടെ കഴുത്തിലെ മാലയായിട്ട് മാറും. ഒരു സർപ്പം അടുത്തുകൂടി പോയാലേ നമുക്ക് ഭയമാണല്ലേ. കഴുത്തിലെ മാലയാക്കുക എന്ന് പറഞ്ഞാലോ
ഇതാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ളത്. ഈ പഞ്ചവികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മാറും. ഇതാണ് കഴുത്തിലെ മാലയായിട്ട് കാണിച്ചിരിക്കുന്നത്. മരവുരിയാണ് ധരിച്ചിരിക്കുന്നത് ഇല്ലേ? പുലിത്തോല്. എന്താണ്? ഒരു പുലി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഭയമാണ്. യഥാർത്ഥത്തിൽ പുലിത്തോലല്ല, നമ്മൾ നിർഭയരാകുകയാണ് ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് അനേക വിധത്തിലുള്ള ഭയമാണ്. ഞാൻ മരിച്ചു പോകുമോ എന്ന ഭയമുണ്ട്. എന്നെ വിട്ട് എൻ്റെ ബന്ധുമിത്രാദികൾ പോകുമോ എന്ന ഭയമുണ്ട്. എന്തെങ്കിലും എനിക്ക് നഷ്ടമാകുമോ എന്ന ഭയമുണ്ട്. ഉറങ്ങുമ്പോൾ ഭയം, ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കഴിച്ചാൽ ആ രോഗം വരുമോ, അത് കഴിച്ചാൽ ഈ രോഗം വരുമോ, ഞാൻ ഇത് കൂടുതൽ കഴിക്കുമ്പോൾ എൻ്റെ ഷുഗർ കൂടുമോ, BP കൂടുമോ, ഇനി ഈ മരുന്നെല്ലാം കഴിച്ചാൽ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം. നോക്കൂ, തൊട്ടതു മുതൽ രാവിലെ ഉണർന്ന മുതൽ പിറ്റേ ദിവസം രാവിലെ ഉണരുന്നത് വരെ ഉറക്കത്തിൽ പോലും ഇന്ന് ഭയന്നിട്ടാണ് ഉറങ്ങുന്നത്. ഭയം. പക്ഷെ ആ പുലിത്തോല് ധരിക്കുന്നതിന്റെ കാരണം നമ്മൾ യോഗ സാധന ചെയ്യുമ്പോൾ ശങ്കരനെ പോലെ ധ്യാനിക്കുക. അർത്ഥം ശിവപരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും കൊണ്ടുപോകുമ്പോൾ നമ്മൾ നിർഭയരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം തലയിൽ ഗംഗ കാണിച്ചിട്ടുണ്ട്. അർത്ഥം നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ, ശിവനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ, അർത്ഥം തലച്ചോറിൽ ഈശ്വരീയ ജ്ഞാനം നിറയുകയാണ് ചെയ്യുന്നത്. ബുദ്ധിയല്ലേ നല്ലതാകേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഈശ്വര, ദൈവമേ, നല്ല ബുദ്ധി തരണേ എന്നാ പറയുന്നത് അല്ലേ? സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നാണ് ഗാന്ധിജി തൻ്റെ ഭജനയിലും പാടുന്നത്. ബുദ്ധി നല്ലതായിരിക്കണം. അപ്പോ ഈശ്വരൻ നമുക്ക് ജ്ഞാനം തരുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ജ്ഞാന ഗംഗയാണ് നിറയുന്നത്. ഗംഗ എന്നുദ്ദേശിക്കുന്നത് ജ്ഞാനത്തിനെയാണ് ഗംഗയായിട്ട് പറയുന്നത്. ഗംഗയിൽ കുളിക്കുമ്പോൾ നമ്മൾ പവിത്രമാകും എന്നാണ്. ഗംഗാ ജലം ഏറ്റവും ശുദ്ധമായ ജലം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തില് ജ്ഞാനഗംഗയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ തലയിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ തലച്ചോറിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതം സുഖം ശാന്തി നിറഞ്ഞ ജീവിതമാകും. മാത്രമല്ല നമ്മളിലൂടെ അനേകർക്ക് ആ സുഖവും ശാന്തിയും നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈശ്വരൻ സ്ഥൂലമായതല്ല നശിപ്പിക്കുന്നത്. ഡിസ്ട്രോയർ എന്ന് പറയാറില്ലേ? സ്ഥൂലമായതല്ല നശിപ്പിക്കുന്നത്, അധർമ്മത്തെയാണ് നശിപ്പിക്കുന്നത്. എന്നിട്ടോ സത്യധർമ്മമാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരന്റെ കർത്തവ്യം ഈ രീതിയിലാണ് ഭഗവാൻ തന്റെ കർത്തവ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഭഗവാൻ നമ്മുടെ ബന്ധുമിത്രാദികളെ നശിപ്പിക്കുന്നില്ല, നമ്മളെ ഭഗവാൻ നശിപ്പിക്കുന്നില്ല. ഭഗവാൻ വിനാശകാരി അല്ല. ഭഗവാൻ ദുഃഖഹർത്ത സുഖകർത്താവാണ്. ഒരിക്കലും ഭഗവാൻ ദുഃഖം തരില്ല. ദുഃഖം തരികയാണെങ്കിൽ ഭഗവാനെ നമ്മൾ ഒരിക്കലും ദുഃഖഹർത്ത സുഖകർത്ത എന്ന് പറയുകയില്ല. ദുഃഖത്തെ ഹരിച്ച് സുഖത്തിലേക്കുള്ള മാർഗമാണ് ഭഗവാൻ കാണിക്കുന്നത്. അല്ലാതെ ഭഗവാൻ നമുക്ക് ദുഃഖം തരുന്നില്ല. അപ്പൊ ദുഃഖം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്ന ദുഃഖമല്ല, അത് നമ്മുടെ കർമ്മഫലമാണ്. അതാണ് നമ്മൾ പറയുന്നില്ലേ, കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങൾ മേലിൽ ദുഃഖത്തിന് കാരണം. മേളിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് മുകളിലാണെന്ന്. മുകളിലല്ല, മേലിൽ, ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ നമ്മുടെ സുഖദുഃഖത്തിന് കാരണം നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അല്ലാതെ ഭഗവാൻ അല്ല നമുക്ക് ദുഃഖം തരുന്നത്. ദുഃഖം കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണ്. അതുകൊണ്ട് ഈശ്വരനെ ദുഃഖഹർത്ത സുഖകർത്ത, സുഖത്തിലേക്കുള്ള മാർഗം ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ മാർഗത്തിലൂടെ നിങ്ങൾ ചലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖം കിട്ടും എന്നാണ് ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ഈശ്വരന്റെ 3 കർത്തവ്യങ്ങൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡെസ്ട്രോയർ എന്നതും നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഭഗവാൻ വിശ്വത്തിന് മുഴുവനും സുഖം തരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. ദുഃഖം, അതിയായ ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട്? ഭഗവാൻ ദുഃഖം തരാത്തത് കൊണ്ടാണ്. നമ്മൾ ആരെങ്കിലും ദുഃഖം തരുന്നവരെ ഓർക്കുമോ? പറയും, എനിക്ക് അവരെ ഓർക്കേ വേണ്ട, അവരെ പേരേ എടുക്കണ്ട, എനിക്ക് അവരെ കാണുകയേ വേണ്ട, ആ ഭാഗത്ത് പോലും എനിക്ക് പോകണ്ട എന്ന് പറയും. എന്തുകൊണ്ടാ? അത്രയ്ക്ക് ദുഃഖം കിട്ടിയത് കൊണ്ടാണ്.
പക്ഷെ നമ്മൾ ദുഃഖം വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് പോകുന്നു എങ്കിൽ ഭഗവാൻ നമുക്ക് സുഖം തന്നിട്ടുണ്ട്. സുഖദാതാവാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. ലോകത്ത് ഇത്രയും ക്ഷേത്രങ്ങൾ എന്തിനാണ് പണിതിരിക്കുന്നത്? ഭഗവാൻ സുഖം തന്നതിന്റെ പ്രതീകമാണ്. അപ്പൊ ഈശ്വരനെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഈശ്വരനുമായിട്ടുള്ള ബന്ധം നമുക്ക് വെക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ പ്രതിയുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറും. നമ്മളുടെ കർമ്മഫലം നമ്മൾ ശിവനെ ധ്യാനിച്ച് ശിവനുമായി സർവസംബന്ധം, പരമാത്മാവുമായിട്ട് സർവസംബന്ധം വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർത്ത് നമ്മൾ ഓരോരുത്തരും ഈശ്വര തുല്യമായി മാറുകയാണ്. ഈക്വൽ ടു ഗോഡ് എന്നാണ്. അതാണ് ആര്? ദേവി ദേവന്മാര് ഭഗവാന് തുല്യമായവരാണ് ദേവി ദേവന്മാര്. അപ്പൊ ഇനി മുതൽ നമ്മള് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പരമാത്മാവിന്റെ പ്രതീകമാണ് ശിവലിംഗം. 3 വര സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്. നടുക്കുള്ള പൊട്ട് പരമാത്മാ ശിവൻ പ്രകാശ സ്വരൂപനാണ് എന്നത് മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാപ്തി കൂടുതൽ കിട്ടുന്നുണ്ട്. ശിവനെ അച്ഛൻ എന്നാണ് പറയുന്നത്. പറയാറില്ലേ, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്നാണ്. അച്ഛൻ്റെ ബന്ധമാണ് നമുക്ക് വരുന്നത്. മാതാ പിത, അമ്മയുമാണ് അച്ഛനുമാണ്. ആർക്ക്? ശരീരത്തിനല്ല, ആത്മാവിനാണ്. അങ്ങനെ നമ്മൾ ഭഗവാനെ നമ്മുടെ മാതാവും പിതാവുമായി എടുത്തിട്ട് നമ്മൾ ഈശ്വരനെ ശിവനെ ധ്യാനിക്കുകയാണ് വേണ്ടത്. ശങ്കരനെ പോലെ നമ്മൾ ധ്യാനിക്കുക. ഭഗവാന്റെ പരിചയം കിട്ടുമ്പോൾ, ഈശ്വരന്റെ കർത്തവ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പരമാത്മാവുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്താൻ സാധിക്കും. സ്നേഹബന്ധത്തിലൂടെ നമുക്ക് ഭഗവാനുമായിട്ട് അടുക്കാൻ സാധിക്കും. അങ്ങനെ ഈ ശിവരാത്രി 2025 ശിവരാത്രി നമുക്ക് ഈശ്വരനുമായിട്ടുള്ള അടുത്ത ബന്ധം, ഈശ്വരനെ നമ്മുടേതാക്കുക, ഈശ്വരനെ എൻ്റെ ജീവിതത്തിലെ ഒരു അംഗമാക്കുക എന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരാം. അങ്ങനെ ശിവനുമായിട്ട് സർവസംബന്ധം വെച്ച് സർവപ്രാപ്തി നേടി നമ്മൾ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെടുന്ന ദേവലോകത്തിലേക്ക് 33 കോടി ദേവന്മാരിലെ ഒരു ദേവനായി നമ്മളും ആ ലോകത്തിലേക്ക് പോകാം. വരൂ, നമുക്ക് ശങ്കരനെ പോലെ ശിവനെ ധ്യാനിക്കാം. ഞാനും ശിവനും കമ്പൈൻഡായി ഓരോ കർത്തവ്യത്തിലും വിജയം കൈവരിക്കാം. ഓം ശാന്തി. വരൂ, നമുക്ക് ശിവനെ ധ്യാനിക്കാം. മനസ്സിനെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകൂ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനക്കണ്ണിൽ കാണൂ. തുറന്ന കണ്ണുകൾ ഉത്തമം. അല്പസമയം മനസ്സിൻ്റെ മൗനം, വായുടെ മൗനം, ശരീരത്തിൻ്റെ മൗനം, അർത്ഥം സുഖാസനം. ഈ ശിവരാത്രി ദിനങ്ങളിൽ എൻ്റെ മനസ്സിനെ ഞാൻ പരമാത്മാ ശിവനിലേക്ക് നയിക്കുകയാണ്. ബാഹ്യമായ ശബ്ദങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ ഞാൻ പരമാത്മാവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. എൻ്റെ മനക്കണ്ണിൽ ഞാൻ പരമാത്മാ ശിവന്റെ പ്രകാശസ്വരൂപം കാണുന്നു.
കോടി സൂര്യനു തുല്യം പ്രകാശിക്കുന്ന വളരെ വളരെ കുളിർമയുള്ള ശിവപരമാത്മാവിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ തെളിയുന്നു. മനക്കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. ആ പരമപ്രകാശത്തിൽ നിന്നും കിരണങ്ങൾ ഗുണങ്ങളുടെയും ശക്തികളുടെയും രൂപത്തിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിമൂർത്തി ശിവഭഗവാൻ, പ്രകാശസ്വരൂപൻ, പരമപ്രകാശൻ, സൃഷ്ടി സ്ഥിതി അധർമ്മത്തെ സംഹരിക്കുന്ന മൂർത്തി, ജ്യോതിസ്വരൂപൻ, പരമപ്രകാശൻ എൻ്റെ മനസ്സിൽ വളരെ 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 വ്യക്തമായി ഞാൻ അകക്കണ്ണുകൊണ്ട് കാണുകയാണ്. ഞാനിപ്പോൾ ശിവഭഗവാനുമായി, ശിവപരമാത്മാവുമായി സ്നേഹബന്ധം പുലർത്തിക്കഴിഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയുമാണ് സർവേശ്വരൻ, ജഗന്നാഥൻ, വിശ്വനാഥൻ. പിതാവും പുത്രനും അച്ഛനും കുട്ടിയുമായി ഞാൻ ഇപ്പോൾ ഈശ്വരനെ, എന്നെ കാണുകയാണ്. അച്ഛനായ ശിവപരമാത്മാവ് കുട്ടിയായ എനിക്ക് തൻ്റെ ഗുണങ്ങളും ശക്തികളും വർഷിക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ഭഗവാന്റെ ഗുണങ്ങൾ, ശക്തികൾ ആവാഹിക്കുകയാണ്. ആവാഹിക്കുകയാണ്. ശങ്കരനെ പോലെ ഞാൻ ധ്യാനിക്കുകയാണിപ്പോൾ. എൻ്റെ ബുദ്ധിയിൽ
ഭഗവാൻ തന്നിരിക്കുന്ന ഈശ്വരീയ ജ്ഞാനം ഒഴുകുകയാണ്. എൻ്റെ അകക്കണ്ണ് ഞാൻ തുറന്ന് സ്ഥൂല നേത്രങ്ങളിലൂടെ കാണുന്നതെല്ലാം ആവശ്യമുള്ളത് മാത്രം ഞാൻ എൻ്റെ അകത്തേക്ക് സ്വീകരിക്കുന്നു. എന്നിലെ ദുർഗുണങ്ങളും ദുർവാസനകളും എൻ്റെ കഴുത്തിലെ മാലയാണ്. ഞാനിപ്പോൾ ശിവപരമാത്മാവിൻ്റെ സ്മൃതിയിൽ ഈ ദേഹത്തെ മറന്ന് ദേഹിയായിരിക്കുകയാണ്. ഞാനും ശിവനും മാത്രം. പതുക്കെ പതുക്കെ ഞാൻ ഈ കർമ്മക്ഷേത്രത്തിൻ്റെ ബോധത്തിലേക്ക് വരുന്നു. കർമ്മക്ഷേത്രത്തിൽ എൻ്റെ ചുവടുകൾ എടുത്തു വെക്കുന്നു. എൻ്റെ കർമ്മം ചെയ്യാൻ ഞാൻ സന്നദ്ധനാകും. ഓം ശാന്തി.